നമസ്കാരം. ഓരോ ദിവസവും നമ്മൾ ആഗ്രഹിക്കുന്നത് ഈ സമൂഹത്തിൽ നമ്മുടെ നാട്ടിൽ നല്ലത് നടക്കണം അല്ലെങ്കിൽ നല്ലത് നമ്മൾ കേൾക്കണം എന്നൊക്കെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. നമ്മുടെ വാർത്താ മാധ്യമങ്ങളും പത്രമാധ്യമങ്ങളൊക്കെ തുറന്നു കഴിഞ്ഞാൽ നമ്മൾ കേൾക്കുന്നത് അത്തരത്തിലുള്ള വാർത്തകളൊന്നുമല്ല. വലിയ സംഭവ വികാസങ്ങളാണ് കേരളത്തിൽ നടക്കുന്നത്. വലിയ ആശങ്കയിലാണ് നമ്മൾ ഓരോരുത്തരും. ഇന്ന് ഞാനൊരു വാർത്ത ശ്രദ്ധിക്കുകയുണ്ടായി. മനസ്സിന് വളരെയേറെ വിഷമം ഉണ്ടാക്കിയ ഒരു വാർത്തയായിരുന്നു അത്. കാരണം കൊല്ലം ജില്ലയിലെ താന്നി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ചെറിയ കുടുംബം, ഒരു കുഞ്ഞു കുടുംബം ആത്മഹത്യ ചെയ്തിരിക്കുന്നു. വലിയ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ്. പ്രത്യേകിച്ച് ആ നാട്ടുകാരെ സംബന്ധിച്ച് വലിയൊരു ഞെട്ടലുണ്ടാക്കുന്ന വാർത്തയാണ് വന്നിരിക്കുന്നത്. എന്തായാലും ആ വാർത്ത എന്നെ വളരെയധികം വിഷമിപ്പിച്ചു. അതിന്റെ സംഭവ വികാസങ്ങളൊക്കെ ഒന്ന് വായിച്ചു നോക്കിയപ്പോൾ അതിലേറെ നമുക്ക് വിഷമം ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. മാതൃഭൂമിയിലാണ് ഞാൻ ഇന്ന് ആ വാർത്ത ശ്രദ്ധിച്ചത്. എല്ലാ മാധ്യമങ്ങളും വന്നിട്ടുണ്ടായിരുന്നു. കൊല്ലത്ത് ഒരു ചെറിയ കുടുംബം ആത്മഹത്യ ചെയ്തു എന്നുള്ളൊരു വാർത്ത. 38 വയസ്സുകാരനായിട്ടുള്ള അജീഷ് എന്ന് പറയുന്ന ഒരു വ്യക്തിയും അദ്ദേഹത്തിന്റെ ഭാര്യ 34 വയസ്സുള്ള സുലു, അദ്ദേഹത്തിന്റെ 2 വയസ്സുള്ള ഒരു മകനുമാണ് ഇന്ന് കൊല്ലപ്പെട്ട രീതിയിൽ നാട്ടുകാർ കണ്ടെത്തുന്നത് അല്ലെങ്കിൽ വീട്ടുകാർ കണ്ടെത്തുന്നത്. ഇതിന്റെ ഒരു സംഭവം, ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത്, ഇദ്ദേഹം ഈ അജീഷ് എന്ന് പറയുന്ന വ്യക്തി കുറേ വർഷങ്ങളായിട്ട് ഗൾഫിലായിരുന്നു. ഗൾഫിൽ നിന്ന് ജോലിയൊക്കെ മതിയാക്കി നാട്ടിലേക്ക് വന്നു. ഇവിടെ വക്കീൽ ഗുമസ്തനായിട്ട് ജോലി ചെയ്യുകയായിരുന്നു. അദ്ദേഹത്തിന് ഒരുപാട് കടമുണ്ടായിരുന്നു. ഗൾഫിൽ നിന്നപ്പോൾ അദ്ദേഹം ഒരു വീടൊക്കെ പണിഞ്ഞു. അതിനുശേഷം നാട്ടിൽ വന്നപ്പോൾ ഈ വീടിൻ്റെയൊക്കെ, കാരണം നമുക്കറിയാം വീട് വെക്കുന്നത് നമ്മൾ പുറത്തൊക്കെ നിൽക്കുമ്പോഴാണ് നമ്മൾ വീടും കാര്യങ്ങളൊക്കെ വെക്കുന്നത്. പക്ഷെ ചിലപ്പോൾ പെട്ടെന്നുള്ള സാഹചര്യത്തിൽ നമുക്ക് തിരിച്ചു വരേണ്ട എന്തൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ വീട് വെച്ചതുപോലും നമുക്ക് അതൊരു ബാധ്യതയായിട്ട് മാറുന്ന സാഹചര്യം പലരുടെയും ലൈഫിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരു അവസ്ഥയിലൂടെയാണ് ഈ സഹോദരനും കടന്നു പോയിരുന്നത്. അദ്ദേഹം നാട്ടിൽ വന്ന് അദ്ദേഹത്തിന്റെ വീടും വസ്തുവൊക്കെ വിറ്റ് ഈ കടങ്ങളൊക്കെ തീർത്ത് ഇപ്പോൾ വാടകയ്ക്ക് ഒരു വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. അതിനുശേഷം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹത്തിന് വളരെ ശാരീരികമായിട്ടുള്ള അവസ്ഥകൾ അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയിലൂടെ കടന്നു പോയിരുന്നു. അതിനുശേഷം ഒരു രോഗനിർണയമൊക്കെ നടത്തി അദ്ദേഹത്തിന് ബ്ലഡ് ക്യാൻസർ സ്ഥിരീകരിച്ചിരുന്നു. ഇതിന്റെ മനോവിഷമത്തിൽ ഇനിയും അതിനുവേണ്ടി ചികിത്സിച്ചാൽ ഒരുപാട് ബാധ്യതകളാകും, അത് താങ്ങാനാവുന്നതിലും അപ്പുറമാണ്, അദ്ദേഹത്തെ കൊണ്ട് ഇനി സാധിക്കില്ല എന്നൊക്കെ ഉള്ള തിരിച്ചറിവില് അല്ലെ എന്നൊക്കെ ഉള്ള ഒരു ധാരണയിലാണ് ഈ കുടുംബം ആത്മഹത്യയിലേക്ക് പോയത്. ആ പിഞ്ചു കുഞ്ഞിനെ കൊന്നിട്ട് ഇരുവരും അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും ആത്മഹത്യ ചെയ്ത വാർത്തയാണ് നമ്മൾ കേട്ടത്. അദ്ദേഹത്തിന്റെ വീട്ടിൽ തന്നെയാണ് അദ്ദേഹത്തിന്റെ അച്ഛനും അമ്മയും ഉള്ളത്. അച്ഛനും അമ്മയും അവിടെ ഉള്ള സമയത്താണ് ഈ ഒരു ദാരുണമായ സംഭവം നടന്നത് എന്ന് പറയുന്നത് വലിയ വിഷമം ഉണ്ടാക്കുന്ന ഒരു വസ്തുതയാണ്. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ചിന്തിക്കേണ്ട ഒരു വസ്തുതയാണ്. നമ്മൾ വീടിന്റെ വലിപ്പമോ അല്ലെങ്കിൽ നിറമോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളോ സംബന്ധിച്ച് നമ്മൾ ഒരാളെ ഗൗനിക്കാതെ പോകരുത്. നമ്മുടെ സമൂഹത്തിൽ എന്ത് നടക്കുന്നു എന്നുള്ളത് ഒരു ചെറിയ ധാരണയെങ്കിലും വേണം. ഒന്ന് ചേർത്ത് നിർത്തി എന്താ പറ്റിയ, എന്താ സംഭവിച്ചത്, നിങ്ങൾക്ക് ഞങ്ങളുണ്ട് എന്നൊക്കെ പറയാനൊരാള് അല്ലെങ്കിൽ ആളുകൾ അല്ലെങ്കിൽ നമ്മുടെ അടുത്തുണ്ടായിരുന്നെങ്കിൽ ഇവിടെ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ആ കുഞ്ഞിനെ ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമം. കാരണം 2 വയസ്സെന്തേ ഉള്ളൂ ആ മോന്. അവൻ ഒരുപാട് ലേറ്റ് ആയിട്ടാണ് ഉണ്ടായത്. അങ്ങനെ ഒത്തിരി കോംപ്ലിക്കേഷൻ ഉണ്ടായി. അങ്ങനെ ഉണ്ടായ ഒരു മകനാണ്. അത്രത്തോളം സ്നേഹം ആ കുടുംബം കൊടുത്തോണ്ടിരുന്നതാണ്. ഈ കുഞ്ഞിനെയും കൊന്ന് അവർ ആത്മഹത്യ ചെയ്യണമെങ്കിൽ അത്രത്തോളം അവരുടെ ഒരു അവസ്ഥ നമ്മൾ ചിന്തിക്കണം. നമ്മൾ പലപ്പോഴും ഈ ആത്മഹത്യയെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഞാൻ ആത്മഹത്യ ഒരിക്കലും ന്യായീകരിക്കുകയല്ല, ഞാൻ അതിന് 100% എതിരാണ്. പക്ഷേ നമ്മുടെ കയ്യിൽ നിന്നുള്ള വീഴ്ച കൊണ്ടും പലപ്പോഴും പലരും മരണത്തിലേക്ക് തള്ളി വീഴ്ത്തപ്പെടാറുണ്ട്. നമ്മൾ ചില സമയങ്ങളിൽ ചില സന്ദർഭങ്ങളിൽ ഒന്ന് ഇടപെടേണ്ട വിഷയത്തിൽ ഇടപെടാതെ വരുമ്പോൾ ചിലർക്ക് അത് മരണത്തിലേക്കുള്ള വഴി തുറക്കുന്ന അവസ്ഥയായിരിക്കും. എന്തായാലും പല കാര്യങ്ങളിലും നമ്മുടെ സമൂഹത്തിൽ അറിയാം, ഇപ്പോൾ ഒരു രോഗം വന്നാലൊന്നും ചികിത്സ കിട്ടാതിരിക്കാനുള്ള കാര്യങ്ങളൊന്നും കേരളത്തിലില്ല. വലിയ ചികിത്സാ സംവിധാനങ്ങളുണ്ട്, ഒരുപാട് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളുണ്ട്, ഒരുപാട് മെഡിക്കൽ കോളേജുകളുണ്ട്. ചികിത്സകളൊക്കെ ധാരാളമായിട്ട് നമ്മുടെ നാട്ടിൽ ലഭ്യമാണ്. അതോടൊപ്പം തന്നെ പണം ഒരു പ്രശ്നമേ അല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നമ്മുടെ നാട്ടിൽ ഒരുപാട് സന്നദ്ധ സേവകരുണ്ട്, അതോടൊപ്പം സംഘടനകളുണ്ട്, അതോടൊപ്പം തന്നെ സുമനസ്സുകൾ, സാധാരണക്കാര്, നമ്മുടെ പ്രവാസി മലയാളികൾ മാത്രം മതിയല്ലോ ഈ ഒരു പ്രശ്നത്തിൽ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് എത്രയോ കുഞ്ഞുങ്ങളുടെ എത്രയോ ആളുകളുടെ ആ ഒരു ചികിത്സ നടത്തുന്നതിന് വേണ്ടിയുള്ള ധനസഹായം കോടിക്കണക്കിന് രൂപയൊക്കെ ചിന്തിക്കാവുന്നതിലപ്പുറം തുകകൾ മണിക്കൂറുകൾ കൊണ്ട് കൊടുത്ത പാരമ്പര്യമുള്ള സ്ഥലമാണ് നമ്മുടെ കേരളം. അപ്പോൾ പ്രവാസി സുഹൃത്തുക്കളൊക്കെ ഒരുപാടുണ്ട്. ഈ ഒരു കാര്യം മറ്റുള്ളവരോടൊന്നും ഒരുപക്ഷെ ഷെയർ ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു ദാരുണ സംഭവം ആ കുടുംബത്തിൽ ഉണ്ടാകുമായിരുന്നില്ല എന്നാണ് എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. അതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന ആളുകൾ ആരെങ്കിലും ഇങ്ങനെ നമ്മുടെ ഭാവിയെക്കുറിച്ച്, നമ്മുടെ കടബാധ്യതകൾ അല്ലെങ്കിൽ രോഗം
ഇങ്ങനെയുള്ള സംഭവങ്ങളെ കുറിച്ച് ഒരിക്കലും വറീഡ് ആവേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇവിടെ തന്നെ പറയുന്നു, ആ അമ്മ നിലവിളിച്ചുകൊണ്ട് പറഞ്ഞ കാര്യങ്ങൾ പറയുന്നു. അതായത് ഈ മരിച്ച ആളുടെ അമ്മ പറയുന്നു, ഈ രോഗം അദ്ദേഹത്തിന് വന്നത് ആരോടും പറയണ്ട എന്ന് അവൻ പറഞ്ഞിരുന്നു എന്ന് ആ അമ്മ കരഞ്ഞുകൊണ്ട് പറയുന്നത് കാര്യങ്ങൾ. ഒരു രോഗം വന്നാൽ അത് ചികിത്സിച്ച് ഭേദമാക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. നമ്മൾ വളരെ സ്മൂത്ത് ആയിട്ട് റൺ ചെയ്ത് പൊയ്ക്കൊണ്ടിരുന്ന സമയത്ത് ഒരു പെട്ടെന്നൊരു അസുഖം നമ്മളെ കീഴടക്കി കഴിയുമ്പോൾ നമ്മൾ എത്രമാത്രം ഡൗൺ ആകും എന്നുള്ളത് ഞാനൊരു അനുഭവസ്ഥരാണ്. അപ്പൊ ഈ അനുഭവങ്ങൾ എന്നെ ഒരുപാട് പാഠങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ കൂടെ മറ്റാരും കാണില്ല, നമ്മുടെ കുടുംബവും നമ്മുടെ ദൈവം, നമ്മൾ വിശ്വസിക്കുന്ന ആ ഒരു ദൈവം മാത്രം നമ്മുടെ കൂടെ ഉണ്ടാവും. മണി സപ്പോർട്ട് ചെയ്യാനൊന്നും ചിലപ്പം ആരും ഉണ്ടാവുന്നവരില്ല. എല്ലാവരും പ്രാർത്ഥനകൾ വാഗ്ദാനം ചെയ്യും. ഒരു പരിധിവരെ പ്രാർത്ഥനയും നമുക്ക് ഏറ്റവും ഫലപ്രദമാണ്. ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട് ഈ ഒരു രോഗങ്ങളൊക്കെ വരുമ്പോൾ, അല്ലെങ്കിൽ ഇങ്ങനെ ഫിനാൻഷ്യലായിട്ടൊക്കെ ഒരു ബുദ്ധിമുട്ടുള്ള സമയത്ത് അത് നൽകുന്നത് അല്ലെങ്കിൽ കൊടുക്കുന്നത്, അത് അറിഞ്ഞു കൊടുക്കുന്നത് വളരെയേറെ നല്ല കാര്യമായിരിക്കും. അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിലും ഇങ്ങനെ ക്ലേശങ്ങൾ, വിഷമങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവരെ തേടിപ്പിടിച്ച് അവർക്ക് എന്തെങ്കിലും സഹായം ചെയ്യുവാൻ കഴിയുമെങ്കിൽ അത് വലിയൊരു പുണ്യപ്രവൃത്തിയായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ ഒരു ആത്മഹത്യ നമുക്ക് നൽകുന്ന ഒരു പാഠവും അതാണ്. എന്തായാലും ആ കുടുംബത്തിന് നിത്യശാന്തി നേരുകയാണ്. അവരൊരിക്കലും ഇത് ചെയ്തത് ഞാൻ ന്യായീകരിക്കുന്നില്ല, പക്ഷേ ഇത് അവരുടെ അവസ്ഥ കൊണ്ട് ചെയ്തു പോയതായിരിക്കാം എന്നാണ് ഈ സാഹചര്യ തെളിവുകളുടെയും അല്ലെങ്കിൽ ഈ സംഭവ വികാസങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. എന്തായാലും ആ കുടുംബത്തിന് നിത്യശാന്തി നേരുന്നു. ആ കുഞ്ഞിൻ്റെ ജീവൻ അത് ഏറ്റവും വിലപ്പെട്ടതായിരുന്നു, അതുപോലും അവർ ബാക്കി വെച്ചില്ല. ഇത് വളരെയേറെ വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഒരു പിതാവ് എന്ന നിലയിൽ എന്നെ ഒരുപാട് വേദനിപ്പിച്ചു. എന്തായാലും ഈ വീഡിയോ അവസാനിക്കുന്നു. നമുക്ക് നല്ല വിശേഷങ്ങൾ, നല്ല വാർത്തകൾ ഇനി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നാളെ ദിവസത്തായിട്ട് കാത്തിരിക്കാം. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.